കാലത്തിന് ഒരു കാവ്യനീതിയുണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ എത്ര മൂടിയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ അത് വളരെ വേഗത്തിൽ ആയിപ്പോയി എന്നത് അതിന്റെ നൈതിക ഭംഗി കൂട്ടുന്നതേ ഉള്ളൂ. ഇനിയും ഒരു 100 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചാലും ഈ ചിരി ഇവിടെ തന്നെ കാണും. കാരണം ഇത് ഒന്നും ഒളിക്കാനും മറക്കാനും ഇല്ലാത്തവന്റെ ചിരിയാണ്. അത്രയും മതിയെന്നേ. എനിക്ക് ഇയാളെ അഭിമാനത്തോടെ എൻ്റെ ജീവിത പങ്കാളി എന്ന് വിളിക്കാനും എൻ്റെ മോൾക്ക് അഭിമാനത്തോടെ തൻ്റെ അച്ഛൻ എന്ന് വിളിക്കാനും അത്രയും മതിയെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ ഒരു 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 ഫേസ്ബുക്ക് കുറിപ്പുമായിട്ടാണ് ഒരു ചിരി കൂടി പങ്കുവെച്ചിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ എല്ലാ ഉളുപ്പുകളും മാഞ്ഞു പോയിട്ട് ഇങ്ങനെ കഴുത ഇളിച്ചു നിൽക്കും പോലെ ഇളിച്ചു നിൽക്കുന്ന സരിന്റെ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ വെള്ളപൂശി അവതരിപ്പിക്കാൻ വേണ്ടി മെനക്കെടുന്നത്. ആ മെനക്കെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നിഷേധിക്കുന്നു, അതോടൊപ്പം തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഈ വാർത്ത വന്ന ഉടനെ ആണ് ഈ സൗമ്യ സരിൻ ഭർത്താവിനെ വെള്ളം പൂശാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. സൗമ്യ ഇപ്പോൾ ഡോക്ടറെ പണി ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുബൈയിൽ നിന്ന് അവർ ജോലി രാജിവെച്ച് ഈ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുക. ഇനി എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഇനി പെയിന്റിംഗ് ആണ് ജോലി, വൈറ്റ് വാഷ് ആണ് ജോലി, വെള്ള പൂശലാണ് ജോലി. കാറ്റടിക്കുമ്പോഴല്ലേ തൂറാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ഈ സമയം നോക്കിയിട്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് സൗമ്യ സരിൻ അതിനെ കാണുകയാണ്. കാരണം രാഹുൽ വീട് കിടക്കുകയാണ്. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ സഖാക്കളെ പോലെ ഡിവൈഎഫ്ഐക്കാരെ പോലെ SFIക്കാരെ പോലെ ഒക്കെ വളരെയധികം ആഘോഷിക്കാൻ തയ്യാറെടുത്ത് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് ആഘോഷിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു സൗമ്യ സരിൻ. പക്ഷേ റിസൾട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ സരിൻ പറഞ്ഞ കണക്കുകളല്ല റിസൾട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ പുറം ലോകത്തെത്തിയത്. സരിൻ പറഞ്ഞ കണക്കുകളല്ല ഇലക്ഷൻ കമ്മീഷൻ പുറത്തേക്ക് വിട്ടത്. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ പാലക്കാടിന്റെ ചരിത്രത്തിലെ രാഹുൽ മാങ്കൂട്ടവുമായി സരിന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ മാർജിൻ, സരിൻ തോറ്റതിന്റെ ആ ഗ്യാപ്പ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞത് 28,000-ലധികം വോട്ടിന്റെ വ്യത്യാസമായിരുന്നു. അതാണ്. അപ്പോ അന്ന് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്ന സൗമ്യക്ക് അന്ന് അത് ആഘോഷിക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇന്നലെ കാറ്റടിച്ചു. ആ കാറ്റടിച്ചപ്പോ സൗമ്യ സരിൻ ഒന്ന് തൂറാനിരുന്നു. ആ തൂറാനിരുന്നപ്പോ മോശൻ വളരെ ലൂസ് മോശൻ ആയിരുന്നു. പാറി തെറിച്ച് കാറ്റിന്റെ ശക്തിയിൽ ആ തീട്ടം അന്തരീക്ഷത്തിൽ ആകെ വ്യാപിച്ചു. ആ തീട്ടത്തിന്റെ സ്മെല്ലിൽ സരിനെ മെല്ലെ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് മുന്നിൽ നിർത്താനാണ് ഭാവം. കാരണം തീട്ടത്തിന്റെ മണം അന്തരീക്ഷത്തിൽ വ്യാപിച്ചതുകൊണ്ട്, അന്തരീക്ഷത്തിൽ പരന്നതുകൊണ്ട് വൈറ്റ് വാഷ് അടിച്ചാൽ പെയിന്റിന്റെ സ്മെല്ല്, ആ വാസന, ആ മണം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താ? അന്തരീക്ഷം ഒന്നാകെ തീട്ടത്തിന്റെ മണമാണ്. ആ തീട്ടത്തിന്റെ മണം നിലനിൽക്കുമ്പോ ഒരിക്കലും ഈ പറയുന്ന പെയിന്റിന്റെ സ്മെല്ല് ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ചാൻസ്, അവസരം, സാഹചര്യം ഇത് തന്നെയാണ്. ഭർത്താവിനെ എന്ന് വെള്ളപൂശി കൊണ്ടുവന്ന് നിർത്താനുള്ള പരിശ്രമത്തിലാണ്, തത്രപ്പാടിലാണ് സൗമ്യ ഉള്ളത്. പക്ഷേ സൗമ്യ ഇന്നലെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കാലത്തിനൊരു കാവ്യനീതിയുണ്ട്. അത് നടക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ എത്ര മൂടിയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗമ്യ സരിൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. അത് തന്നെയാണ് സൗമ്യയോട് പറയാനുള്ളത്. സൗമ്യ തിരക്ക് കൂട്ടണ്ട. ഭർത്താവിനെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള തത്രപ്പാടാണെന്നറിയാം, പക്ഷെ തിരക്ക് കൂട്ടണ്ട. എന്താ കാര്യമെന്നറിയാമോ? ഇന്നലെ ജാമ്യം നിഷേധിച്ചത് കൊണ്ട്, പാർട്ടി അയാളെ പുറത്താക്കിയത് കൊണ്ട് സത്യം മൂടി വെക്കപ്പെടുകയില്ല. സത്യം പുറത്തേക്ക് വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവുമില്ല. മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ട് മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന. അയാളുടെ മുഖത്തേക്ക് കല്ലെറിഞ്ഞ് അയാളുടെ നെറ്റിയിൽ നിന്ന് ചോര പൊട്ടി ഒഴുകി ഈ കേരളത്തിന്റെ മണ്ണിൽ ആ ചോരത്തുള്ളികൾ വീണിട്ടുണ്ടെങ്കിൽ കാലം അതിന് മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനും കാലം മറുപടി പറയും എന്നുള്ള കാര്യത്തിൽ സൗമ്യക്ക് ഒരു തർക്കവും വേണ്ട. ജാമ്യം നിഷേധിച്ചത് സുപ്രീം കോടതിയല്ല, സെഷൻസ് കോടതിയാണ്. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഇത് മറനീക്കി പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി ഇതിന്റെ രസകരമായ
ഇനി ഇതിന്റെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് സൗമ്യ സരിൻ എന്തായാലും അത് കാണാൻ വഴിയില്ല. കാരണം അത് ആ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സൗമ്യക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രയൊക്കെ വൈറ്റ് വാഷ് അടിച്ചാലും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് മെമ്പർ ആവാൻ മത്സരിച്ചാലും നിങ്ങളുടെ ഭർത്താവ് വിജയിക്കില്ല. പാലക്കാട് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി നിങ്ങളെ ഭർത്താവിനെയും രാഹുലിനെയും മത്സരിപ്പിച്ചാലും അവിടെ നിങ്ങൾ ഭർത്താവ് വിജയിക്കില്ല എന്ന് കമന്റ് ബോക്സ് നിറയെ ആളുകൾ, ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, 10 അല്ല, 15 അല്ല, 20 അല്ല, അതിലേറെ ആളുകൾ എല്ലാ കമന്റുകളും അത് മാത്രമാണ് പറയുന്നത്. സൗമ്യക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും. സൗമ്യ ഒരു കാര്യം ആലോചിക്കേണ്ടത്, കിട്ടിയ ചാൻസിന് വെള്ള പൂശി വൈറ്റ് വാഷ് അടിച്ച് ഭർത്താവിനെ ഇങ്ങനെ ഒരുക്കി നിർത്തി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ സൗമ്യക്ക് തെറ്റി. ഇത് വെറും അതിമോഹമാണ് കുട്ടിയെ, അതിമോഹം എന്നല്ലാതെ മറ്റൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല. മനസ്സിലായില്ലേ? സൗമ്യക്ക് ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. സൗമ്യയുടെ ഒരു പുസ്തക പ്രകാശത്തിനാണല്ലോ ഷാർജയിലേക്ക് സരിൻ ഈ കഴിഞ്ഞ ദിവസം എത്തിയത്. ആ ഷാർജയിൽ പുസ്തക പ്രകാശനം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നടന്നത് എന്താ? പിന്നെ അവിടെ നടന്നത് ഈ പറയുന്ന ഷഹനാസും ഹണി ഭാസ്കറും ഒക്കെ ചേർന്ന് സരിനുമായിട്ടുള്ള കൂടിക്കാഴ്ച. അത് സൗമ്യ മറന്നിട്ടുണ്ടാവില്ല. പക്ഷെ സൗമ്യക്ക് മറച്ചു വെക്കാൻ ഒരുപാടധികം ഉണ്ടാവും. കാരണം ഭർത്താവ് ഒരു MLA ആയി കാണണമെന്ന് സൗമ്യക്ക് അതിയായ ആഗ്രഹം ഉണ്ടാകും, അല്ലേ? സൗമ്യക്ക് അതിയായ ആഗ്രഹം ഉണ്ടാകും. പട്ടാമ്പിയിൽ ഒറ്റപ്പാലത്ത് മത്സരിച്ചു നോക്കി, കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തോറ്റു തുന്നം പാറി. അവിടെ നിന്ന് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലെത്തിയപ്പോഴേക്കും അവിടെ വിജയിച്ച് കയറാം, അവിടെ സ്ഥാനാർത്ഥിയാകാമെന്ന് അതിമോഹമായിട്ട് നടന്നതാണ് സരിൻ. പക്ഷേ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ല. നിമിഷം എന്ത് ചെയ്തു? നിമിഷങ്ങൾ കൊണ്ട് കളം മാറി LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 8 നിലയിൽ പൊട്ടി. ഇനി വരുന്നത് എന്താ? ഇനി വരുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാ. ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തത്രപ്പാടുകളാണ് നിങ്ങൾ കാണുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഭർത്താവ് ഒന്ന് വിജയിച്ച് കാണണമെന്ന് ഭാര്യയായ സൗമ്യക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതിനിപ്പോ തന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പെയിന്റ് അടിയാണ്, വെള്ളപൂശലാണ്, വൈറ്റ് വാഷാണ്. അപ്പൊ അതങ്ങ് വെടിപ്പിന് ചെയ്തു വെക്കാമെന്ന് സൗമ്യ കരുതുന്നു. അതാണ് ഇപ്പൊ സൗമ്യ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് താമസം മാറ്റിയിരിക്കുന്നത്. ഇനി കേരളത്തിൽ തുടരാനാണ് സൗമ്യയുടെ തീരുമാനം. കാരണം എന്താ? കാരണം ഭർത്താവിനെ ഒന്ന് പ്രതിഷ്ഠിക്കണം, എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കണം. അത് ഈ കാറ്റ് വീശുന്ന സമയത്താകുമ്പോ തൂറാൻ പറ്റിയ സമയമാണ്. എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുകയാ. ആ കാറ്റ് വീശുമ്പോ സരിനെ ഒന്ന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയി വിജയിച്ച് കയറുമെന്ന് സൗമ്യ കണക്ക് കൂട്ടുന്നു. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ സൗമ്യ ഭർത്താവ് ഒരുപാട് കണക്ക് കൂട്ടിയതാ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, പോളിംഗ് കഴിഞ്ഞ്, റിസൾട്ട് എണ്ണുന്നതിന് മുമ്പ് സുരേഷ് ബാബുവും കൃഷ്ണദാസും ഒക്കെ കൂടിയിരുന്ന് സരിന് വല്ലാതെ കണക്ക് കൂട്ടി. അവസാനം സരിൻ പറഞ്ഞു, ആദ്യ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും നിങ്ങൾ കാര്യമാക്കേണ്ട, നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, നിങ്ങൾ സാവധാനം പോയാ മതി. 3-ാം റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും കാര്യങ്ങൾ മറിയുമെന്ന് സരിൻ പറഞ്ഞു. പിരായിരി എണ്ണിക്കഴിയുമ്പോ വിജയം സുനിശ്ചിതമാണെന്ന് പറഞ്ഞു. പക്ഷെ പിരായിരി എണ്ണിക്കഴിഞ്ഞപ്പോ സരിന് പിരാന്തായി. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറി. എന്താണെങ്കിലും സൗമ്യ സരിന്റെ സെലക്ഷൻ മാറിയിട്ടില്ല. ഈ സമയം തെരഞ്ഞെടുത്തത് വളരെ നന്നായി എന്നുള്ളത് തന്നെയാണ്. സമയം എന്താണെങ്കിലും അനുയോജ്യമായ സമയം തന്നെയാണ്. ഭർത്താവിനെ ഒന്ന് വെള്ളപൂശി കൊണ്ടുവന്ന് നിർത്താൻ അനുയോജ്യമായ സമയം തന്നെയാണ്. പക്ഷേ ഇന്നസെന്റ് മറ്റേ സിനിമയിൽ കാണിക്കുന്നില്ലേ, പശുവിനെ പെയിന്റ് അടിച്ചിട്ട് കൊണ്ടുപോയി നിർത്തുന്നത്, അതുപോലെ കുളിപ്പിച്ച് കഴിയുമ്പോ ആ വെള്ളപൂശിയതൊക്കെ അങ്ങ് മാറിപ്പോകും സൗമ്യ. അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ സരിനോട് കുളിക്കണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോ കുളിച്ചില്ലെങ്കിലോ അതിലും വലിയ ബുദ്ധിമുട്ടാ. നാറ്റം സഹിക്കാൻ കഴിയില്ല. ആ നാറ്റം സഹിക്കാൻ കഴിയാതെ ജനങ്ങൾ ഒരുപക്ഷെ കല്ലെടുത്തെറിഞ്ഞേക്കാം. അതും സഹിക്കേണ്ടി വരും. രണ്ടാണെങ്കിലും വഴിയില്ല. ഇനിയിപ്പോ എന്താ വഴി? ഒന്ന് വെളുത്ത് കാണാൻ, ഇനി വെളുത്ത് പാറാൻ കാസർഗോഡേക്ക് വണ്ടി കയറേണ്ടി.
കാസർഗോഡേക്ക് വണ്ടി കയറേണ്ടി വരും. കാസർഗോഡേക്ക് വണ്ടി കയറിയാൽ കാസർഗോഡ് എത്തിയാൽ വെളുക്കുവോ? വെളുക്കും. അവിടെ വെളുത്ത് പാറുന്ന ക്രീമുകൾ കിട്ടും. സൗമ്യ ഇപ്പൊ ദുബൈയിൽ ഇല്ലാത്തത് കൊണ്ട് കേരളത്തിലേക്ക് വന്നത് കൊണ്ടാണ് കാസർഗോഡേക്ക് വണ്ടി കയറാൻ പറഞ്ഞ. ഇനി ദുബൈയിൽ നിന്ന് വണ്ടി കയറുന്നതിന് മുമ്പായിരുന്നെങ്കിൽ വഴിയുണ്ടായിരുന്നു. കാരണം ദുബൈയിൽ ഈ വെളുത്ത് പാറുന്ന ക്രീം കാസർഗോട്ടുകാരുടെ കൈവശം ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ അത് വാങ്ങാതെ വന്നത് കൊണ്ട് ഇനി കാസർഗോട്ടേക്ക് പോകേണ്ടി വരും. അപ്പൊ കാസർഗോട്ട് പോയിട്ട് അവിടെ വെളുത്തിട്ട് പാറുന്ന ക്രീം അവിടെ ലഭ്യമാണ്. അത് വാങ്ങിയിട്ട് തേച്ചിട്ട് ഭർത്താവിനെ ഒന്ന് വെള്ള പൂശാൻ നോക്ക്, വെളുപ്പിക്കാൻ നോക്ക്. അങ്ങനെ നന്നായി വെളുപ്പിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്ത് സമൂഹത്തിന് മുന്നിൽ, പൊതുജനത്തിന് മുന്നിലെ. അപ്പൊ ജനം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് കാണാം. എന്താണെങ്കിലും സൗമ്യ വല്ലാത്ത ഒരു തത്രപ്പാടിലാണ്, വല്ലാത്തൊരു ആകുലതയിലാണ്. ഭർത്താവ് നീ MLA ആയി കാണണം. സൗമ്യയുടെ ആഗ്രഹം അതാണ്, വല്ലാത്തൊരു ആഗ്രഹം. പക്ഷേ അതിനെ ഞങ്ങൾ ആഗ്രഹം എന്നല്ല വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് അതിമോഹമാണ്. സൗമ്യ സരീൻ കേരളത്തിന്റെ നിയമസഭ കാണില്ല, പുറത്തു നിന്ന് കാണാം. അവിടെ പോയി നിന്നിട്ട് അല്ലെങ്കിൽ ഗ്യാലറിയിൽ പോയിരുന്ന് കാണാം. അവിടെ നിയമസഭയുടെ അംഗമായിട്ട് നിയമസഭയുടെ അങ്കണത്തില് അവിടെ സീറ്റിൽ പോയിരുന്നു കൊണ്ട് സംസാരിക്കാനോ അവിടെ ഇരിക്കുവാനോ ഉള്ള ഒരു അവസരം സരിന് ഉണ്ടാകില്ല. എത്രയൊക്കെ വെള്ളം പൂശിയാലും, കിട്ടുന്ന അവസരത്തിൽ എത്രയൊക്കെ മുതലെടുക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. സൗമ്യ നടക്കില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. തിരിച്ചറിവുകൾ ഇനിയും ഉണ്ടാകും. മേ ബി ഇനി ചിലപ്പോൾ അടുത്ത ഇലക്ഷൻ കഴിയുന്നതോടുകൂടി സരിൻ വീണ്ടും കളം മാറും. അങ്ങനെയാണല്ലോ ശീലം.